ക്ലാര, 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 ക്ലാര. ക്ലാരെ കണ്ടോ നീ? ഇല്ലമ്മ, പാക്കല്ലേ. കർത്താവേ, ഇവളെവിടെ പോയി? എന്നെ വിഷയമാ? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. നീ പത്രം കൊണ്ട് ഓഫീസിൽ. ശരി. എവിടെയെല്ലാം അന്വേഷിച്ചു ഞാൻ. എന്തു പറ്റി മദർ? എനിക്കൊന്നും അറിയില്ല എൻ്റെ ക്ലാര. കണ്ണടച്ചാലുടൻ ആ കുട്ടിയുടെ മുഖമാണ് തെളിഞ്ഞു വരുന്നത്. രേണുകയുടെ, പിന്നെ ആ ദുഷ്ടന്റെ. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവും കിട്ടുന്നില്ല ക്ലാര. കഷ്ടം. ആരോരും ഇല്ലാത്ത ആ പാവം പെൺകുട്ടി ഹോസ്പിറ്റലിൽ, അത് നിറവയറോടെ. നമുക്കൊന്ന് പോകണ്ടേ ക്ലാര? വേണം മദർ. ഇപ്പൊ തന്നെ പോയാലോ? ആവാം. നമ്മളല്ലാതെ ആ കുട്ടിക്കിപ്പോൾ വേറെ ആരാ ഉള്ളത്? നമ്മൾ പോണം. അത് നമ്മുടെ കടമയാണ്. നല്ല ആളാ. നിങ്ങൾ ഇന്നലെ എന്ത് പണിയാ കാണിച്ചേ? ഒരു പേഷ്യന്റിനെ കൊണ്ട് ഐസിയുലാക്കിയിട്ട് ഒറ്റ മുങ്ങല്. കേസ് ഷീറ്റ് എഴുതാൻ പേഷ്യന്റിന്റെ പേരും അഡ്രസ്സും തിരക്കി ആളെ അന്വേഷിക്കാൻ ഞങ്ങള്. ഏതായാലും ഇപ്പോഴെങ്കിലും വന്നത് നന്നായി. ക്ഷമിക്കണം, ഞാൻ ഇന്നലെ ആ അവസ്ഥയിൽ. സാരമില്ല. പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ആരോ കാണാൻ വന്നിട്ടുണ്ട്. റിലേറ്റീവ്സ് എന്ന് പറഞ്ഞ? ഇതിപ്പോ ആരാ എന്താന്ന് ഞാനെങ്ങനെയാ അറിയുന്നേ? ആളിപ്പോ പേഷ്യന്റിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോ അവനെങ്ങാനും ആ ക്രിസ്റ്റി. വേഗം വാ, നമുക്ക് നോക്കാം. நீங்க நான் வந்து இந்த பேஷண்ட்டுக்கு பிளட் கொடுக்க வந்ததா? ஆமா. கொஞ்சம் உட்காரு. ஆ.
പേഷ്യന്റിന്റെ ആൾക്കാരാ? അതെ. ആരെങ്കിലും വന്നാ ഉടൻ തന്നെ സൂപ്രണ്ടിനെ കാണാൻ പറഞ്ഞു. ആ ഒരു കാര്യം ചെയ്, ക്ലാര ഇവിടെ നിൽക്കൂ, ഞാൻ പോയി കണ്ടിട്ട് വരാം. ഹായ് ബായ്. എന്തായടോ കഴിഞ്ഞോ? കഴിയും. ഹ, എപ്പോ? വൈകില്ല. ഹ, താനിത് പറയാൻ തുടങ്ങിയിട്ട് കുറെ ആയല്ലോ. മനുഷ്യനിവിടെ മുള്ളേ നിൽക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഭായ് ധൈര്യമായിട്ടിരിക്കെ. ക്രിസ്റ്റിയേറ്റ കേസല്ലേ, ഭദ്രമായി ക്ലോസ് ചെയ്ത് കൈ തരും. എന്താ പോരെ? എടോ, താൻ അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എൻ്റെ BP ഹൈ ആയിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് കാര്യം സാധിച്ച് താൻ ഇങ്ങോട്ട് വണ്ടി കയറിയാലേ എനിക്ക് സമാധാനമുള്ളൂ. ഹ, മനുഷ്യൻ ചങ്ക് പൊട്ടി പറഞ്ഞാലും തൻ്റെ ഈ ഒരുമാതിരിയുള്ള ആക്കി ചിരി കേൾക്കുമ്പോഴാ. മനുഷ്യന്റെ ചങ്ക് തകർക്കലല്ലേ ക്രിസ്റ്റിയുടെ ജോലി. ആ പിന്നെ അവളിപ്പോ ഹോസ്പിറ്റലിലാ. ചിലപ്പോൾ ഡെലിവറി നടക്കാനും സാധ്യതയുണ്ട്. എടോ തന്നെ അവളുടെ പേരെടുക്കാനല്ല ഞാൻ അങ്ങോട്ട് അയച്ചത്. പറയുന്നത് കേൾക്ക് ഭായ്. അങ്ങനെ വല്ലതും നടന്നാൽ എന്റെ ജോലി ഇരട്ടിക്കുമെന്നറിയാമല്ലോ. അപ്പം നമ്മൾ തമ്മിലുള്ള കരാറിലും ഒരു ചെറിയ ചേഞ്ച് വരും. എന്ത് ചേഞ്ച്? അതായത് ഒരാൾക്ക് പകരം എനിക്ക് 2 ആളെ കൊല്ലേണ്ടി വരും. അപ്പോൾ റേറ്റും ഡബിൾ ആകണമല്ലോ. എന്താ, ശരിയല്ലേ ഭായ്? ആകാം, എന്ത് വേണേലും ആകാം. താനൊന്ന് സ്പീഡപ്പ് ചെയ്യടോ. ഓക്കെ, ഞാൻ വിളിക്കാം. എല്ലാം കഴിഞ്ഞിട്ട്. പ്ലീസ് റിലാക്സ്. May I come in? യെസ് കമിൻ. ഇരിക്കൂ. Thank you. I am Sister Margaret. നേറ്റേക്ക് അഡ്മിറ്റ് പണിയാ. മലയാളം പറഞ്ഞോളൂ, എനിക്കറിയാം. ആ, ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റൽ സർവീസ് നടത്തിയിരുന്നു. എനിക്ക് മദറിനെ നന്നായിട്ട് അറിയാം. ആ ഓർഫനേജ് നടത്തുന്ന... അതെ അതെ. ആ പറഞ്ഞോളൂ, വാട്ട്സ് പ്രോബ്ലം മദർ? കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് കേസിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു. പ്രഗ്നന്റ് ആയ ഒരു... യെസ്, മദറിന്റെ ആരെങ്കിലും ആണോ? അല്ല, പക്ഷേ നമ്മുടെ ഓർഫനേജിന് മുമ്പിൽ വെച്ചായിരുന്നു സംഭവം. ഞങ്ങളായിട്ടാ ഇവിടെ കൊണ്ടുവന്നത്. അവരുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും? ഒന്നും അറിയില്ല. രേണുക എന്നാണ് പേര്, അത്ര മാത്രമേ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഐ സി. സർ, ലാസ്റ്റ് നൈറ്റിലെ ICUவில் அட்மிட் பண்ணிய அந்த ஆக்சிடென்ட் கேஸ் பொண்ணோட ஃபைல் எடுத்துட்டு வா. ശരി സർ. പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് ആരെയും കാണാതായപ്പോ ഞങ്ങൾ ആകെ ഭയന്നുപോയി. ഒരു കൊലപാതക ശ്രമമാണോ എന്ന് പോലും വിചാരിച്ചു. സാധാരണ ഇങ്ങനത്തെ കേസ് ഞങ്ങൾ അറ്റൻഡ് ചെയ്യാറില്ല. അത് ഞങ്ങൾക്ക് തന്നെ തലവേദനയാകാറാണ് പതിവ്. ബൈ ദ വേ, പേഷ്യന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെഡ് ഇഞ്ചുറി ഈസ് വെരി ഡീപ്പ്, വളരെ സീരിയസ് ആണ്. ഈ കണ്ടീഷനിൽ ഇന്റേണൽ ബ്ലീഡിംഗ് കൂടുതലായാൽ ഐ കാൻ സേ വാട്ട് എവർ ഇറ്റ് മേ ബി, മരണം തന്നെ സംഭവിച്ചേക്കാം. ചിലപ്പോ കുഞ്ഞിന്റെ കാര്യത്തിൽ മാത്രം ഗോഡ് കരുണ കാണിച്ചെന്നും വരാം. ഒരുപക്ഷെ ആ സ്ത്രീക്ക് ജീവൻ തിരിച്ചു കിട്ടിയാൽ പോലും അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ബ്രെയിൻ വല്ലാത്ത ഷോക്കിലാണ്. ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സബ് ആർക്കനൈസ്ഡ് ഹെമറേജ്. അതുമൂലം പ്യൂപ്പൽ സൈക്കോസിസ് ഉണ്ടാകാം. ദാറ്റ് മീൻസ് ജീവിതകാലം മുഴുവൻ അബ്നോർമൽ സ്റ്റേജ്. അതുമല്ലെങ്കിൽ ഭ്രാന്തം. അല്ലെങ്കിൽ എന്തെങ്കിലും മിറക്കിൾ സംഭവിക്കണം. പ്രാർത്ഥിക്കുക. ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് ദൈവം മാത്രം. ബൈ ദ വേ, പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? യെസ്,
ഇവിടെ തേനാപ്പേട്ട CI മിസ്റ്റർ ജെയിംസിനെ ഇന്നലെ തന്നെ ഞാൻ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ജെയിംസ് എന്റെ നാട്ടുകാരനും ഫാമിലി ഫ്രണ്ടും കൂടിയാണ്. ഓ, ദാറ്റ്സ് ഗുഡ്. എല്ലാം ദൈവഹിതം പോലെ വരട്ടെ. രേണുക എന്ന പേര് അല്ലേ? എന്റെ പേര് ക്ലാര. ഞാനാ രേണുക ഇവിടെ കൊണ്ടുവന്നത്. രേണുകയുടെ വീട് എവിടെയാ? രേണുക്ക് എന്താ സംഭവിച്ചത്? പറയൂ കുട്ടി, പേടിക്കണ്ട. സ്വന്തം ചേച്ചിയെ പോലെ കരുതിയാ മതി. കരയണ്ടാട്ടോ, ഒക്കെ ഭേദാവും. ഉറങ്ങിക്കോളൂ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. എന്തു പറ്റി? രേണുക, രേണുക, എന്താ കുട്ടി? എന്താ? അയ്യോ, എന്താ കുട്ടി? അയ്യോ രേണുക, അയ്യോ ഡോക്ടർ, ഡോക്ടർ, ഡോക്ടർ. രേണുക, ഷീ ഈസ് വെരി സീരിയസ് ഡോക്ടർ, പ്ലീസ് കം. രേണുക, രേണുക, രേണുക. Bring her to the operation theater. മോളെ, രേണുക മോളെ, പോകരുത്. അമ്മേ പറയുന്നത് പോകരുത് മോളെ, പോകരുത്. മോളെ, അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയേ? വേണ്ടാത്ത ഓരോന്ന് ആലോചിച്ച് കിടക്കരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം അമ്മയോട് പറഞ്ഞിട്ടുള്ളതാ. സുഖമില്ലാത്തതാന്ന് വല്ല വിചാരമുണ്ടോ? ഈ പറയുന്ന അമ്മയുടെ പുന്നാര മോൾക്ക് അമ്മയെ കുറിച്ച് അല്പമെങ്കിലും ഒരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഈ പണി കാട്ടുമായിരുന്നോ? ഒരു തവണയോ മറ്റോ ആയിരുന്നെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഇതവൾ എത്രാമത്തെ പ്രാവശ്യം ഇങ്ങനെ ഇറങ്ങി പോകുന്നത്? ആദ്യം അഭയകേന്ദ്രത്തിലേക്ക്, അവിടുന്ന് ആരോടും മിണ്ടാതെ വേറെ എവിടേക്കോ. നമ്മുടെ ആരുടെയും കുറ്റമൊന്നും അല്ലല്ലോ, സ്വയം അവളായിട്ട് തന്നെ വരുത്തി വെച്ചല്ലേ എല്ലാം. മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? നിനക്ക് എങ്ങനെ പറയാൻ കഴിയുന്ന രാധിയെ ഇങ്ങനൊക്കെ? അവള് നിന്റെ അനിയത്തിയല്ലേ? അതുകൊണ്ട്
അല്ല അമ്മ തന്നെ ഒന്ന് പറഞ്ഞേ, അവളീ കാട്ടിക്കൂട്ടിയതിന്റെ ഒക്കെ ഉത്തരവാദി ആരാ? നമ്മൾ വല്ലവരും ആണോ? അല്ലല്ലോ, തന്നെത്താനല്ലേ. അപ്പൊ വരുന്നതൊക്കെ തന്നെത്താൻ അനുഭവിച്ച് തീർക്കട്ടെ. ആർക്കും എന്തു വേണേലും പറയാലോ. പെറ്റ വയറിനല്ലേ അതിന്റെ വേദന അറിയും. അത് അവള് കൂടി ഓർക്കാത്തത് എന്തെന്നേ ഞാൻ പറയുന്നുള്ളൂ. ആരാണോ ഈ നേരത്ത്? അമ്മ ചായ കുടിക്ക്, ഞാൻ പോയി നോക്കിട്ട് വരാം. അവളായിരിക്കൂടി. പിന്നെ നാട് വിട്ട് പോയവള് സ്വന്തം വീട്ടില് കോളിംഗ് ബെല്ല് അടിച്ചിട്ട് വേണ്ട ഇങ്ങോട്ട് കയറി വരാൻ. മേഡമായിരുന്നോ? ഞാൻ കരുതി വേറെ വല്ലവരും ആയിരിക്കുമെന്ന്. അമ്മയുടെ വരൂ. വല്ല വിവരവും കിട്ടിയോ മാഡം? നമ്മുടെ സോഴ്സ് വെച്ചുകൊണ്ട് പരമാവധി അന്വേഷിക്കുന്നുണ്ട് ടീച്ചർ. ഞങ്ങളെ സംബന്ധിച്ച് താലോലത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും രേണിയെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കർത്തവ്യം കൂടിയാണല്ലോ. എന്റെ മോള്, അവള് പൂർണ്ണ ഗർഭിണിയാണ്. അവൾക്ക് എന്തോ അത്യാഹിതം സംഭവിച്ചു എന്ന് എന്റെ മനസ്സ് പറയുന്നു. വിഷമിക്കാതിരിക്കൂ ടീച്ചർ. രേണുകയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അവള് വരും. അധികം വൈകാതെ തന്നെ ഞങ്ങൾ രേണിയെ കണ്ടുപിടിക്കും. ഈ അരുന്ധതി മേനോനാ പറയുന്നത്. ദൈവം നമ്മെ കൈവടിയില്ല ടീച്ചർ. പോലീസും ഒരു ഭാഗത്ത് അന്വേഷിക്കുന്നുണ്ടല്ലോ. എന്റെ ഭഗവതി, എന്റെ മോക്ക് ഒന്നും സംഭവിക്കല്ലേ.